ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിലൂടെ വിജയകരമായ ഒരു മസീഹ് ജീവൻ, ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നാം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. ആമുഖമായി 8-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 8-ാം അധ്യായം 1-ാം വാക്യം: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ തന്നെ അധ്യായങ്ങളെ പറ്റി നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ, വളരെ ക്രിസ്തീയ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ രക്ഷയുടെ ഭദ്രത തുറന്നു കാണിക്കുന്ന ഒരു അധ്യായമായി 8-ാം അധ്യായം ഇരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ സ്വാതന്ത്ര്യവും രക്ഷയുടെ ഭദ്രതയും ലഭിക്കുന്നുവെന്ന് ഈ അധ്യായത്തിലൂടെ ലേഖനകാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്ന കാര്യം, പാപത്തെ അതിജീവിക്കാനുള്ള, ജയിക്കുവാനുള്ള ശക്തി, ഭാവിയിലുള്ള മഹത്വ പ്രത്യാശയെക്കുറിച്ചുള്ള വാഗ്ദത്തം, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 8-ാം അധ്യായം 1 മുതൽ 4 വരെ നമ്മൾ പഠിച്ചാൽ രക്ഷയുടെ ഭദ്രതയും സ്വാതന്ത്ര്യവും, ഇനി ശിക്ഷാവിധിയില്ല, അതുമാത്രമല്ല കുറ്റബോധത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ പറ്റി വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ. 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ചിന്തിച്ചാൽ ജഡത്തിലെ ജീവിതവും ആത്മാവിലെ ജീവിതവും തമ്മിലുള്ള, അല്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്ന വിശ്വാസിയും ആത്മാവിന്റെ നിറവിൽ ജീവിക്കുന്ന വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് വ്യക്തമായി വരച്ചു കാണിക്കുകയാണ്. 8-ാം അധ്യായം 1-ാം വാക്യം നാം വായിച്ചല്ലോ, ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ഭാഗത്ത് പറയുന്നതായ കാര്യം, നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിലുള്ളവർക്ക് ഇന്ന് ശിക്ഷാവിധിയില്ല. നോ കണ്ടംനേഷൻ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ കണ്ടം ചെയ്യുന്നില്ല, അവനിൽ പാപമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ളവരെയും ഇന്ന് പിതാവായ ദൈവം ന്യായം വിധിക്കുന്നില്ല. നാം ന്യായവിധിയുടെ അധീനതയിലായിരുന്നു നമുക്കറിയാമല്ലോ. പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ച് നിത്യ ന്യായവിധിക്ക് അർഹരാകേണ്ട നമ്മെ ഇന്ന് രക്ഷിച്ച് ന്യായവിധി ഇല്ലാത്തവരാക്കി തീർക്കാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? നാം യേശുക്രിസ്തുവിലാണ് എന്നുള്ളതാണ്. അപ്പൊ ആരെയാണ് ന്യായം വിധിക്കാത്തത്? അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ പള്ളിയിൽ പോയതുകൊണ്ടോ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ക്രിസ്തീയ ആചാരങ്ങൾ പാലിച്ചതുകൊണ്ടോ ന്യായവിധി ഇല്ല എന്നുള്ള കാര്യമല്ല പറയുന്നത്. ആം ഐ ഇൻ ക്രൈസ്റ്റ്? യേശുക്രിസ്തുവിലാണോ? മുകേഷ് അംബാനിയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മുകേഷ് അംബാനിയുടെ സമ്പത്തിനും മുകേഷ് അംബാനി പങ്കിടുന്ന ആ ഇൻഡസ്ട്രിക്കും ഒക്കെ പങ്കുകാരനായി തന്റെ മകൻ തീരുന്നത് പോലെ ഞാൻ ഇന്ന് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ എന്റെ പിതാവായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൽ എനിക്ക് ധാരാളം
ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അത് എൻ്റെ പ്രവൃത്തിയാലല്ല, എനിക്ക് ദാനമായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ ചിലത് ചിന്തയിരിക്കുന്നത് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ അല്പമൊക്കെ മാറ്റം വരും, ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അല്പമൊക്കെ ഉയരും, എന്നാൽ പൂർണ്ണമായ ശിക്ഷാവിധിയിൽ നിന്നും വിടുതലില്ല. അങ്ങനെയല്ല ഭാവം പറയുന്നത്. പൂർണ്ണമായ ന്യായവിധി, ആ ന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലെ കോടതി ഡിക്ലെയർ ചെയ്യുകയാണ്, ഇവന്റെ മേൽ ഇനി ശിക്ഷാവിധിയില്ല. പ്രിയപ്പെട്ടവരെ, ഇതിലും വലിയ അനുഗ്രഹീതമായൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? ഞാനൊരു ക്രിസ്തീയ നാമധേയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ക്രിസ്തീയ ആചാരങ്ങളനുസരിച്ച് ജീവിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു വചനം ബൈബിളില് എന്നെ ഉണ്ടെന്നോ അതെന്നെ സ്വാധീനിക്കുവാനോ 24 വയസ്സ് വരെ സാധിച്ചില്ല. എന്നാൽ വേദപുസ്തകം പഠിച്ചു വന്നപ്പോൾ, യേശുക്രിസ്തുവുമായൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഇന്ന് യേശുക്രിസ്തുവിലാണ്, എനിക്ക് ശിക്ഷാവിധിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ താഴ്മയുടെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ സന്ദേശം. നിങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിലാണെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ, യേശുക്രിസ്തു മാത്രമാണ് ദൈവം അംഗീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. സ്വർഗപിതാവേ, ഞങ്ങൾ തിരുനാമത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു സാവകാശം നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായും നിന്നെ ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇന്ന് ഞങ്ങൾ നിന്നിലാണ്, അതുകൊണ്ട് ശിക്ഷാവിധി ഒഴിഞ്ഞുപോയി. നന്ദിയോടെ സ്തോത്രം. നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.